മലയാളത്തിന് ഒരു പിടി നല്ല സിനിമകൾ ട്രാഫിക് ഉൾപ്പെടെ സമ്മാനിച്ച ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസും സുരാജ് വെഞ്ഞാറമ്മൂട് നയിക്കുന്ന വിലാസിനി സിനിമാസും ചേർന്ന് നിർമ്മിച്ച് പുറത്തിറങ്ങിയ ED അഥവാ എക്സ്ട്രാ ഡീസന്റ് എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. സുരാജ് വെഞ്ഞാറമ്മൂട് അഭിനയിക്കുന്ന സിനിമ എന്നത് മാത്രമല്ല, അദ്ദേഹം നിർമ്മാണത്തിൽ പങ്കാളിയാകുന്ന സിനിമ എന്നതാണ് ഈ സിനിമ ആദ്യം തന്നെ കാണാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരിലുള്ള സിനിമാ കമ്പനിയാണ് വിലാസിനി സിനിമാസ്. സുരാജിൻ്റെ അച്ഛനാണ് ഈ സിനിമ അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ളത്. നോക്കാം നമുക്ക് ഈ EDയിൽ നമുക്കെന്തെങ്കിലും പേടിയുണ്ടോ എന്ന്. ഈ സിനിമയുടെ പേര് തന്നെ ജനപ്രിയമാണ്. കാരണം നമുക്കിടയിൽ സജീവമായ ചർച്ച കുറേ കാലമായി നടക്കുന്ന രണ്ടക്ഷരങ്ങളാണ് ED എന്നത്, അതും ഈ കാലത്ത്. എന്നാൽ ഇവിടെ ED എന്നാൽ എക്സ്ട്രാ ഡീസന്റ് എന്നാണ് അർത്ഥമാക്കുന്നത്. വേറെ അർത്ഥം അവർ സിനിമയുടെ അവസാനം വ്യാഖ്യാനിക്കുന്നുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ EDയും നമ്മൾ സാധാരണ പേടിക്കുന്ന EDയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടാവാം. രണ്ടിലും ഭയം ഒരു പൊതുവായ വികാരമാണ് എന്നാണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യാവസാനം നമ്മൾ സംസാരിക്കേണ്ടത് സുരാജ് വെഞ്ഞാറമ്മൂട് എന്ന നടനെക്കുറിച്ചാണ്. ഏതാണ്ട് 10-30 വർഷക്കാലമായി നമ്മൾ ഈ നടൻ്റെ പ്രകടനം കാണുന്നുണ്ട്. മിമിക്രി വേദികളിൽ, ടെലിവിഷൻ പരമ്പരകളിൽ, പിന്നീട് സിനിമകളിൽ. അതും 1 മുതൽ 100-ൽ 100 മാർക്ക് വരെ വാങ്ങിയ നിരവധി വേഷങ്ങൾ. നന്നായി ആഘോഷിക്കപ്പെടുകയും അതിലേറെ വിമർശിക്കപ്പെടുകയും എല്ലാം ചെയ്ത നടനാണ് സുരാജ്. ഈ അടുത്ത കാലത്ത് അസാധാരണമായ വ്യത്യസ്തതയും ഒപ്പം സ്റ്റീരിയോ ടൈപ്പ് വേഷങ്ങളുടെ നിരന്തരമായ പ്രകടനവും ഈ നടനിൽ നമ്മൾ കണ്ടു. സ്ഥിരം ട്രാക്കിൽ നിന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറാൻ ഈ നടൻ നിരവധി ശ്രമങ്ങളൊക്കെ നടത്തി. ചിലതൊക്കെ സിദ്ധിക്കപ്പെട്ടു, ചിലതൊക്കെ പരാജയപ്പെട്ടു. അത്തരത്തിലുള്ള ഒരു ശ്രമമാണ് ഈ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു കൊച്ചു സിനിമയാണ്. ഒരു റിട്ടയർഡ് തഹസീൽദാർ, അയാളുടെ ഭാര്യ, കുട്ടികൾ, അവർക്കിടയിലെ പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ, സംഘട്ടനങ്ങൾ, നാടകീയതകൾ, ഇതൊക്കെയാണ് ഈ സിനിമയുടെ വിഷയങ്ങൾ. ഈ സിനിമയ്ക്ക് കഥയും തിരക്കഥയും സംഭാഷണവുമെല്ലാം എഴുതിയത് ആഷിഫ് കക്കോടി എന്ന ഒരു കഥാകൃത്താണ്. ഇതിനു മുൻപും അദ്ദേഹം ചില സിനിമകളുടെ കഥയൊക്കെ എഴുതിയിട്ടുണ്ട്. സിനിമ സംവിധാനം ചെയ്തത് ആമിർ പള്ളിക്കൽ എന്ന സംവിധായകനാണ്. അദ്ദേഹവും പുതുമുഖം ആയ ആളൊന്നുമല്ല. മഞ്ജു വാര്യരെ നായികയാക്കി ആയിഷ എന്നൊരു സിനിമ ചെയ്ത് ഇതിനു മുമ്പ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ ക്യാമറ ഷാരോൺ ശ്രീനിവാസ്, എഡിറ്റിംഗ് ശ്രീജിത്ത് സാരംഗ്, സംഗീതം അങ്കിത് മേനോൻ, മറ്റുള്ള സാങ്കേതിക മേഖലയെല്ലാം നന്നായിട്ടുണ്ട്, ഒരു കുറ്റവും പറയാനില്ല. സിനിമയിൽ സുരാജിനെ കൂടാതെ ഗ്രേസ് ആന്റണി, വിനയപ്രസാദ്, റാഫി, സുധീർ കരമന, ശ്യാം മോഹൻ, പ്രശാന്ത് അലക്സാണ്ടർ, ഷാജു ശ്രീധർ, ഒപ്പം സജിൻ ചെറുകയിൽ, വിനീത് തട്ടിൽ തുടങ്ങി സാമാന്യം നല്ല ഭാരമുള്ള ഒരു താരനിര തന്നെയുണ്ട്. ദിൽന എന്നൊരു പുതുമുഖ നായികയും വരുന്നുണ്ട് ഇടയ്ക്ക് ഈ സിനിമയിൽ. പ്രധാന വേഷത്തിലെത്തുന്ന സുരാജ് 2-3 വ്യത്യസ്തമായ ഗെറ്റപ്പിലാണ് ഈ സിനിമയിൽ എത്തുന്നത്. അതുതന്നെയാണ് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത. വളരെ അപൂർവമായ ഒരു സൈക്കോ സ്വഭാവം പ്രദർശിപ്പിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടു നടക്കുന്ന ഒരു കഥാപാത്രമാണ് സുരാജിൻ്റെ ബിനു. എന്നാൽ അത്തരം ഒരു സ്വഭാവം ആ കഥാപാത്രത്തിന് ഉണ്ടാക്കാനിടയായ സാഹചര്യം വ്യക്തതയോടെ സിനിമയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ന്യൂനതയാണ്. ബാല്യത്തിൽ ആ വീട്ടിൽ സംഭവിക്കുന്ന ഒരു വലിയ ദുരന്തമാണ് സിനിമയെ പിന്നീട് നയിക്കുന്നത്. ആ ദുരന്തത്തിൻ്റെ ദൃക്സാക്ഷിയാണ് സുരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രം. മൂത്ത സഹോദരനോടുള്ള സുരാജിൻ്റെ കഥാപാത്രത്തിൻ്റെ മാനസികമായ ബോണ്ടിങ് സിനിമ നന്നായി തുടക്കത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ സഹോദരൻ്റെ അകാല വേർപാട് മാത്രമല്ല ഈ സിനിമയുടെ വിഷയം. ഒരു ഭാര്യയും ഭർത്താവും സെക്സ് അല്ലെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതം എങ്ങനെ ആസ്വദിക്കുന്നു എന്നത് ഗവേഷണം നടത്തി വിളിച്ചു പറയുമ്പോൾ അത് പ്രേക്ഷകർക്ക് ചിരിക്കാനുള്ള വക നൽകുന്നതല്ല എന്നത് ഈ സിനിമയുടെ കഥാകൃത്തുക്കൾ മനസ്സിലാക്കണം. അത് വിളിച്ചു പറയുന്നത് സ്വന്തം മകൻ തന്നെയാകുമ്പോൾ അതിൽ അല്പം പോലും കോമഡി ഉണ്ടാകുകയുമില്ല. പ്രേക്ഷകർ അത് കണ്ട് ചിരിക്കുന്നില്ല എങ്കിൽ ആ കോമഡി പരാജയമായിരുന്നു എന്നാണ് അർത്ഥം. പരാജയമായ കോമഡിക്കാണ് നിങ്ങൾ ഡാർക്ക് കോമഡി അല്ലെങ്കിൽ ഡാർക്ക് ഹ്യൂമർ എന്നൊക്കെ പേരിടുന്നതെങ്കിൽ ഈ സിനിമ മുഴുവൻ ഒരു ഡാർക്കാണ് എന്ന് ഞാനും സമ്മതിച്ചു തരാം. പരമ്പരാഗത ഹാസ്യത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ഹാസ്യ സ്വഭാവമാണ് ഈ ഡാർക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് എന്നൊക്കെ നിങ്ങൾ വിശേഷിപ്പിക്കുന്ന കോമഡി എന്നാണ് ഞങ്ങളെപ്പോലുള്ള പാവങ്ങളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്.
പഞ്ചവടിപ്പാലം പോലെയുള്ള സിനിമകളുടെ വിഷയങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അവതരണം അതിനൊക്കെ ഉദാഹരണവുമാണ്. മനുഷ്യന് അല്പം പോലും അങ്ങോട്ട് ഡൈജസ്റ്റ് ആകാത്ത ഫലിതത്തിന് നിങ്ങൾ ആ പേരിട്ടാണ് വിളിക്കുന്നതെങ്കിൽ ഇനി മറ്റൊന്നും പറയാനില്ല. രണ്ടാമത്തെ വിഷയം, ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന ടോക്സിക് പേരൻറ്റിങ് അല്ലെങ്കിൽ ടോക്സിക് ആയ ബാല്യം നൽകുന്ന സൈഡ് എഫക്റ്റ്. ഈ സിനിമയിൽ ഒരിടത്തും അതിനൊരു ലോജിക്കും ഇല്ല. സുരാജിൻ്റെ അച്ഛൻ, അതായത് ഈ സുധീർ കരമന അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒന്നോ രണ്ടോ സന്ദർഭങ്ങളിൽ മകനായ സുരാജിനോട് അല്പം പുച്ഛവും പരിഹാസവും എല്ലാം കലർന്ന സ്വരത്തിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നതായി ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. എന്നാൽ ആ രംഗങ്ങളെല്ലാം ഈ സിനിമയിൽ വെച്ചുകെട്ടിയ രംഗങ്ങളായി തോന്നുകയും മുഴച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അച്ഛൻ അങ്ങനെ പെരുമാറുമ്പോഴെല്ലാം അമ്മയും സഹോദരിയും സഹോദരിയുടെ ബോയ്ഫ്രണ്ടും അച്ഛൻ്റെ പെരുമാറ്റത്തെ പരസ്യമായി വിമർശിക്കുകയും ഈ സുരാജിൻ്റെ കഥാപാത്രത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും സിനിമയിലുടനീളം. അപ്പോൾ അതല്ല ടോക്സിക് പാരന്റിങ്. ഈ സുരാജ് കൈകാര്യം ചെയ്യുന്ന കഥാപാത്രത്തിന് എന്തോ ഗൗരവമായ മാനസിക രോഗം തന്നെയാണ്. അത് ടോക്സിക് പാരന്റിങ് മൂലമോ വീട്ടിലെ സാഹചര്യങ്ങൾ മൂലമോ ഉണ്ടായതല്ല. ഒരു ക്രിമിനൽ ഉണ്ടാകാനോ അല്ലെങ്കിൽ ഒരു സൈക്കോ ഉണ്ടാകാനോ ഈ ടോക്സിക് പാരന്റിങ്ങോ വീട്ടിലെ സാഹചര്യങ്ങളോ കാരണമാകുന്നതുമില്ല. അച്ഛനും അമ്മയും അവരുടെ സെക്സ് ജീവിതം എങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ ദിവസങ്ങളിൽ ആസ്വദിച്ചു എന്ന് വിരലിൽ കണക്കുകൂട്ടി കണ്ടുപിടിച്ച് വർഷങ്ങൾക്ക് ശേഷം ആ അച്ഛനും അമ്മയ്ക്ക് വിട്ട് തിരിച്ചൊരു പണി കൊടുക്കാൻ പണി നടത്തുന്ന മകൻ ഡീസൻ്റ് ആണെന്ന് എനിക്ക് പറയാനാകില്ല. അവൻ ഡീസൻറ്റുമല്ല, ഡേഞ്ചറസുമല്ല. ഈ പണിയിൽ അച്ഛനെ മാത്രമല്ല അമ്മയെയും ഉൾപ്പെടുത്തിയത് എന്തിനാണ് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അതൊക്കെ പോട്ടെ, എല്ലാ പിന്തുണയും നൽകുന്ന പെങ്ങളെ എന്തിന് അതിനിരയാക്കി? കൈവിട്ടുപോയ കളിയല്ല, കഥയാണിതെന്ന് വ്യക്തമാക്കുന്നു ഈ സിനിമ. ഇടവേള വരെ ഇത് ഇടവേളയ്ക്ക് ശേഷം എന്താകും എന്നറിയാൻ വേണ്ടി സഹിച്ചു കാത്തിരുന്നു. ഇടവേളയ്ക്ക് ശേഷം വിനീത് തട്ടിലെത്തുമ്പോൾ എന്തെങ്കിലും നടക്കട്ടെ എന്ന് കരുതി ജനം നന്നായി കൈയടിച്ചു. എന്നാൽ എങ്ങനെ കൊണ്ടുപോയി ഈ സിനിമ നിർത്തണം അല്ലെങ്കിൽ ഒന്ന് അവസാനിപ്പിക്കണം എന്ന് അറിയാതെയാണ് ഈ കഥാപാത്രത്തെ കൊണ്ടുവന്നത് എന്ന് മനസ്സിലാക്കിയ ഞാനും പിന്നെ മിണ്ടാതെയിരുന്നു. മൂകാംബിക, പാലക്കാട് എന്നിവിടങ്ങളിൽ ചിത്രീകരിച്ച ഈ സിനിമ എന്തിനാണ് ഈ മൂകാംബികയ്ക്ക് വരെ നമ്മളെ കൊണ്ടുപോയതെന്ന് സംവിധായകനും നിർമ്മാതാവും ഒന്ന് സ്വസ്ഥമായിരുന്ന് ആലോചിച്ച് പറയണം. പ്രകടനങ്ങളിൽ എല്ലാവരും ചെയ്യാവുന്നത് പോലെയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, സുരാജ് ഷോ മാത്രമാണ് ഈ സിനിമ. എന്നാലും നമ്മുടെ പ്രേമലു സിനിമയിലൂടെ ശ്രദ്ധ നേടിയ ശ്യാം മോഹന് ഈ സിനിമ ഗുണം ചെയ്യും എന്നത് ഉറപ്പാണ്. സുധീർ കരമനയും വിനയപ്രസാദും ഗ്രേസ് ആൻ്റണിയും അവരൊക്കെ ഒരുവിധം ഒപ്പിച്ച് രക്ഷപ്പെട്ടു. ഓർമ്മയിൽ കുറച്ച് ദിവസം തങ്ങി നിൽക്കുന്ന ഒരു രംഗമോ മനസ്സിൽ തട്ടുന്ന ഒരു മുഹൂർത്തമോ ഇല്ലാതെയും സിനിമകൾ ഉണ്ടാക്കാം. അതാണ് ഈ ഇടി. ഒരു കാര്യം ആശ്വാസമാണ്, ഇപ്പോഴത്തെ സിനിമകളിലെല്ലാം സ്ക്രീനിൽ രക്തമാണ് തെറിച്ച് ഒഴുകി വീഴുന്നത്. അതിൽ നിന്നും ഒരാശ്വാസം ആഗ്രഹിക്കുന്നവർക്ക് ഈ സിനിമ സ്വസ്ഥമായി സമാധാനമായി ക്ലൈമാക്സ് വരെയെങ്കിലും കണ്ടിരിക്കും. കൂടുതലൊന്നും പ്രതീക്ഷിക്കാതെ പോയാൽ ഒരു നഷ്ടബോധവുമില്ലാതെ തിരിച്ച് വീട്ടിലെത്താം. നാളെ മറ്റൊരു സിനിമയുടെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും സ്നേഹാദരം.